നമസ്കാരം ഫുഡീസ്, എല്ലാവർക്കും തേർഡ് സ്റ്റോറീസിൻ്റെ മറ്റൊരു ഫുഡ് ഷോപ്പിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എവിടെയാണ് വന്നിരിക്കുന്നത് എന്നുള്ള സ്പെഷ്യലായിട്ട് ഇപ്പോൾ വന്നതാണ് ദുബായ് കുനാഫ ചോക്ലേറ്റ്. അത് കുറച്ച് പ്രീമിയമാണ്. 45 രൂപയാണ് ഏറ്റവും നമ്മൾ ഏറ്റവും കൂടിയ സാധനം. 45 രൂപയാണ്. ഇത് ടാങ്കർ മാംഗോ ഉണ്ട്, ഡിലൈറ്റ് ജാക്ക് ഇതെല്ലാം 30 രൂപ വരുന്നത്. ചോക്ലേറ്റിൻ്റെ ഡാർക്ക് ചോക്ലേറ്റിൻ്റെ കിറ്റിക്കാറ്റുണ്ട്, സ്നിക്കേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഈ ജംസ് ഡയറി ചോക്ലേറ്റ്, വൈറ്റ് ചോക്ലേറ്റ്, ഇതെല്ലാം ചോക്ലേറ്റ് ഫ്ലേവറുകളാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ട്രൈ ചെയ്തവരുടെ ദുബായ് കുനാഫ എന്ന് പറയുന്ന ഫ്ലേവറാണ്. പിസ്തയും നട്ട്സും എല്ലാം ഇൻഫ്യൂസ്ഡ് ആയിട്ട് വരുന്ന കുനാഫയുടെ ഒരു ഓതൻറ്റിക് ടേസ്റ്റിൽ ബ്ലെൻഡ് ആയിട്ടുള്ള ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റിൽ വരുന്നൊരു സാധനമാണ് കേട്ടോ. മസ്റ്റ് ട്രൈ ആണ്. വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റുകൾ ട്രൈ ചെയ്യുന്നവർക്ക് മസ്റ്റ് ട്രൈ തന്നെയാണ്, ഒന്നും പറയാനില്ല. അടുത്ത് ഞാൻ ട്രൈ ചെയ്തവരുടെ ചോക്ലേറ്റ് ഫ്ലേവറാണ്. ഞാനൊരു ചോക്ലേറ്റ് ലവർ ആയതുകൊണ്ടാണ് ഞാൻ ഇത് കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചത്. പാക്കിംഗ് ആണെങ്കിലും ഇരിക്കുന്ന സ്പേസ് ആണെങ്കിലും ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ എല്ലാം വളരെ ക്ലീൻ ആൻഡ് ഹൈജീനിക് ആയിട്ട് തന്നെയാണ് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത്. ഓരോ ബൈറ്റിലും നമുക്ക് ആ ഒരു പ്രീമിയം ടേസ്റ്റ് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്, ആ ഒരു ക്വാളിറ്റി ഓഫ് ദ ചോക്ലേറ്റ്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കട എന്നല്ല ഒരു ഫുഡ് സ്പോട്ടുകളായിട്ട് യാതൊരു പരിചയമില്ല. എല്ലാം ഞാൻ ഇതുപോലെ വരുമ്പം പരിചയപ്പെടുന്നതാണ്. എന്നിട്ടും പുള്ളി എൻ്റെ നിന്ന് കാശ് മേടിച്ചിട്ടില്ല. ഞാൻ ഒരുപാട് നിർബന്ധിച്ചപ്പോഴാണ് പുള്ളി കാശ് അക്സെപ്റ്റ് ചെയ്തത്. എന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഒരു ദിവസം കൂടെയാണ്. നമ്മൾ ഈ പണ്ട് മണിയടിയുടെ സൗണ്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് ഇതുവരെ എത്തിയില്ലേ. അപ്പോൾ അത് കഴിഞ്ഞ് ട്രൈ ചെയ്തവരുടെ ബ്ലൂബെറി ഫ്ലേവറാണ്. റിയൽ ഫ്രൂട്ട് ബേസ്ഡ് ആണ്, പൾപ്പ് ബേസ്ഡ് അല്ല. അപ്പോൾ ആ ഒരു റിയൽ ടേസ്റ്റാണ് നമ്മൾക്ക് ഓരോ ബൈറ്റിലും ഫീൽ ചെയ്യുന്നത്. എന്നിട്ടും കുനാഫ എനിക്ക് കോംപ്ലിമെൻ്ററി ആയിട്ട് തന്നെയാണ് പുള്ളി തന്നത്. ഈ ഒരു പെരുമഴയത്ത് ഓരോ ബൈറ്റും ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ ഇരിക്കാം. അപ്പോൾ ഈ സ്പോട്ട് എന്ന് പറയുന്നത് സ്കാൻഡിയാണ്. കൽപ്പാളത്തിൽ നിന്ന് കരമന പാലത്തിലേക്ക് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണുന്നതാണ്. കരമന കുഴിമന്തിയുടെ ഓപ്പോസിറ്റായിട്ട് വരുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. മറ്റൊരു വീഡിയോയിലൂടെ കാണുന്നവരേക്കും ബൈ.